സമൂഹത്തിലെ സ്ത്രീ പുരുഷ സമത്വവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച ഒരു കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിന്യായം പാകിസ്ഥാൻ സുപ്രീം കോടതി ഉയർത്തിക്കാട്ടിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പിതാവിൻ്റെ മരണാനന്തരമുള്ള ആശ്രിത നിയമത്തിന് വിവാഹിതയായ മകൾക്ക് അർഹതയില്ലെന്ന പെഷവാർ ട്രൈബ്യൂണലിൻ്റെ വാദം പാകിസ്ഥാൻ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അപർണ ഭട്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസ് പാകിസ്ഥാൻ കോടതി ഉദ്ധരിച്ചു എന്നതാണ് പ്രധാന ചർച്ച. വിവാഹിതയായ മകൾ പിതാവിൻ്റെ ഉത്തരവാദിത്തമല്ലെന്നും ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണെന്നുമുള്ള ട്രൈബ്യൂണലിൻ്റെ വാദമാണ് സുപ്രീം കോടതി തള്ളിയത്. ഖൈബർ പഖ്തൂൺഖ്വ സർവീസ് ട്രൈബ്യൂണലിൻ്റെ ഒരു വിധിയിലാണ് പാകിസ്ഥാൻ സുപ്രീം കോടതി ഇടപെട്ടത്. ട്രൈബ്യൂണൽ ഉദ്ധരിച്ച പേട്രിയാക്കൽ ഭാഷയെ കോടതി വിമർശിക്കുകയായിരുന്നു. വിവാഹിതയായ മകൾ ഭർത്താവിൻ്റെ ബാധ്യതയാണെന്ന ട്രൈബ്യൂണലിൻ്റെ വാദം തെറ്റാണെന്ന് കോടതി പറഞ്ഞു. ഈ വിധി പാകിസ്ഥാനിൽ ലിംഗസമത്വത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. വിവാഹിതരായ പെൺമക്കളെ ജോലിക്കുള്ള പരിഗണനയിൽ നിന്ന് ഒഴിവാക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുകയാണ്. വിവാഹിതയായ മകളെ ഭർത്താവിൻ്റെ ബാധ്യതയായി കണക്കാക്കുന്ന രീതിയെ സുപ്രീം കോടതി ചോദ്യം ചെയ്തു. ജസ്റ്റിസ് സയ്യിദ് മൻസൂർ അലി ഷാ, ജസ്റ്റിസ് അത്തർ മിനല്ല എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. കോടതി നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: ഇത്തരം ഭാഷ വസ്തുതാപരമായും നിയമപരമായും തെറ്റാണ്. ഇത് പുരുഷാധിപത്യ ചിന്താഗതികളെ ശക്തിപ്പെടുത്തുന്നു. ഭരണഘടനാപരമായ മൂല്യങ്ങൾക്ക് എതിരായ പഴയ ചിന്താഗതികളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വിവാഹം കഴിക്കുന്നതോടെ സ്ത്രീയുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നു എന്ന് കരുതുന്നത് തെറ്റാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്ത്രീക്ക് സ്വന്തമായ അവകാശങ്ങളുണ്ട്. അവളെ ഭർത്താവിൻ്റെ ആശ്രിതയായി കാണാൻ കഴിയില്ല. കോടതികൾ ലിംഗവിവേചനം നിറഞ്ഞ ഭാഷ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ഭരണഘടന അനുസരിച്ച് സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളുണ്ട്. നിയമം അവരെ ബഹുമാനിക്കണം. എല്ലാ കോടതികളും ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ലിംഗവിവേചനം ഇല്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നും കോടതി പറഞ്ഞു. ഖൈബർ പഖ്തൂൺഖ്വ സർവീസ് ട്രൈബ്യൂണലിൻ്റെ വിധി റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 2021 അപർണ ഭട്ട് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ് കേസ് ഉദ്ധരിച്ചു. ഈ കേസ് എന്താണെന്ന് നോക്കാം. മധ്യപ്രദേശ് ഹൈക്കോടതി ഒരു പ്രതിക്ക് ജാമ്യം നൽകാൻ ഒരു ഉപാധി വെച്ചിരുന്നു. പ്രതി പെൺകുട്ടിക്ക് രക്ഷാബന്ധൻ കെട്ടിക്കൊടുക്കണം എന്നായിരുന്നു ഉപാധി. ഇത് ചെയ്യുന്നതിലൂടെ പ്രതി ഇരയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുമെന്ന് പ്രതി വാഗ്ദാനം ചെയ്യുമെന്നും പകരം അയാൾക്ക് ജാമ്യം ലഭിക്കുമെന്നും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ എസ് രവീന്ദ്ര ഭട്ട്, എം ഗാൽവിൽക്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തു. ലൈംഗികാതിക്രമണം നടത്തിയ ഒരാൾക്ക് ജാമ്യം നൽകാൻ ഇങ്ങനെയൊരു ഉപാധി വെച്ചത് ശരിയല്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുകയായിരുന്നു. ഇത്തരം ഉപാധികൾ ഇരയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരു ലൈംഗികാതിക്രമ കേസ് ഗൗരവമായി പരിഗണിക്കണം. അത്തരം പ്രതീകാത്മക കാര്യങ്ങൾ കുറ്റകൃത്യം ഇല്ലാതാക്കുന്നില്ല. സ്റ്റീരിയോടൈപ്പിക് പുരുഷാധിപത്യ ചിന്തകൾ ഒഴിവാക്കണം. ലൈംഗിക അതിക്രമത്തിൻ്റെ ഗൗരവം കുറച്ച് കാണുന്ന കാലഹരണപ്പെട്ട ആശയങ്ങൾ കോടതികൾ ഉപയോഗിക്കരുത്. ലൈംഗിക അതിക്രമ കേസുകളിൽ ജഡ്ജിമാർ സംവേദനക്ഷമതയുള്ളവരായിരിക്കണം. ജാമ്യവ്യവസ്ഥകൾ ലിംഗപരമായ സ്റ്റീരിയോടൈപ്പുകളെ അടിസ്ഥാനമാക്കിയുള്ളതോ ഇരയുടെ അന്തസ്സിനെ ബാധിക്കുന്നതോ ആകരുത് എന്ന് പറഞ്ഞ ഇന്ത്യൻ സുപ്രീം കോടതി ലൈംഗിക അതിക്രമ കേസുകളിൽ അപ്രസക്തമായ, വിചിത്രമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ജാമ്യവ്യവസ്ഥകൾ ഒഴിവാക്കാൻ കോടതികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു. ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ഗൗരവം കുറയ്ക്കുന്ന വ്യവസ്ഥകൾ കോടതികൾക്ക് ചുമത്താൻ കഴിയില്ല എന്ന ഒരു പ്രധാന നിയമപരമായ മാതൃകയായിരുന്നു ഈ ഒരു വിധിയിലൂടെ സൃഷ്ടിച്ചത്. ജാമ്യവ്യവസ്ഥകൾ അതിജീവിച്ചവരുടെ അന്തസ്സിനെ മാനിക്കുകയും നീതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ ഈ കേസ് ഒരു നാഴികക്കല്ലായ വിധിയായിരുന്നു. പാകിസ്ഥാനിലെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള മറ്റ് നിയമപരമായ കേസുകളിലും ഈ വിധി പിന്നീട് പരാമർശിക്കപ്പെട്ടു.